ഹലോ എവരി വൺ, അമ്പാടിയിൽ പെറ്റ്സ് ഫീൽഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്ലേസ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ ബേഡ്സിനെ കണ്ട് എടുക്കണം എന്നുള്ളവർക്ക് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ കേരളത്തിന് പുറത്തോട്ടും കേരളത്തിന് അകത്തോട്ടും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് അതിൻ്റെ തന്നെ പ്രൈവറ്റ് വാഹനത്തിലാണ്. അപ്പോൾ അതിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിട്ട് 300 രൂപയോ 400 രൂപയോ ഏകദേശം ചാർജ് ആകും. ഇന്നത്തെ വീഡിയോയിലെ കോഡ് വരുന്നത് F1 F2 എന്നിങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക, ഇഷ്ടപ്പെട്ട ബേഡിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കോഡ് F1 വരുന്നത് ബ്ലാക്ക് ചീക്ക് ഫിഞ്ചസിന്റെ ഒരു കളക്ഷനാണ്. 10 പീസുകളാണ് ഈ ഒരു കളക്ഷനിൽ ഉള്ളത്. ഈ ഒരു 10 പീസിനും കൂടെ റേറ്റ് വരുന്നത് 4000 രൂപയാണ് റേറ്റ് വരുന്നത്. എല്ലാവരും സെമി അഡൾട്ട് സ്റ്റേജിലുള്ള മെയിലും ഫീമെയിലുകളും തിരിച്ചറിയാറാവുന്ന പ്രായത്തിലുള്ള ബേഡ്സുകളാണ്. അപ്പോൾ ഒരു യങ് ബേഡ്സിനെ വാങ്ങി സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് F1. നമ്മുടെ കോഡ് F2 വരുന്നത് കട്ട് ത്രോട്ട് ഫിഞ്ചസിന്റെ ഒരു അഡൾട്ട് പെയറാണ്. ഈ ഒരു അഡൾട്ട് പെയറിന് റേറ്റ് വരുന്നത് 2800 രൂപയാണ് റേറ്റ് വരുന്നത്. മെയിൽ ബേഡിന് കവിളിലെ ആ റെഡ് സ്പോട്ടാണ് ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽ ബേഡിന് ആ റെഡ് സ്പോട്ട് കാണത്തില്ല. രണ്ട് ബേഡുകളും നല്ല ആക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റുമായിട്ടും നല്ല പോലെ ഇണങ്ങിയ ബേഡുകളാണ്. അപ്പോൾ F2 ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് ഞങ്ങളെ വാട്സാപ്പ് ചെയ്യുക. ഓക്കെ, F3 വരുന്നത് ഒരു ബ്ലാക്ക് പെയ്ഡ് ജാവ സ്പേരയുടെ ഒരു പെയറാണ്. നല്ല വൈറ്റും ബ്ലാക്കും കയറിയ മാർക്കിംഗ് ആയതുകൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒരു സെമി അഡൾട്ട് സ്റ്റേജിലുള്ള ബേഡാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1650 രൂപയാണ് ഈ ഒരു പെയറിന് റേറ്റ് വരുന്നത്. അപ്പോൾ F3 ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. സ്വന്തമായിട്ട് കൂടുണ്ടാക്കി മുട്ടയിടുന്ന ടൈപ്പുകളാണ് നമ്മുടെ ഈ ഫിഞ്ചസും ജാവാസും എല്ലാം. നമ്മുടെ കോഡ് F4 വരുന്നത് ഫാൻ ജാവയുടെ ഒരു അഡൾട്ട് പെയറാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡുകളാണ് ഇവ രണ്ടും. ഇതിന് റേറ്റ് വരുന്നത് 1800 രൂപയാണ് റേറ്റ് വരുന്നത്. ഇവയും സ്വന്തമായിട്ട് കൂട് കൂട്ടി മുട്ടയിടുന്ന ടൈപ്പുകളാണ്. അപ്പോൾ ഫാൻ ജാവ അഡൾട്ട് പെയർ ആവശ്യമുണ്ടെങ്കിൽ കോഡ് F4 സെലക്ട് ചെയ്യുക. നമ്മുടെ കോഡ് F5 വരുന്നത് ആൽബിനോ ജാവ സ്പേരയുടെ ഒരു അഡൾട്ട് പെയറാണ്. നല്ല വെള്ളയും വേറെ മാർക്കിംഗ് ഒന്നും കയറില്ലാത്ത നല്ലൊരു അടിപൊളി പെയറാണ് ഈ വൈറ്റ് ജാവയുടെ പെയർ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു പെയറിന് റേറ്റ് വരുന്നത് 1900 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സിൽവർ ജാവയുടെ ഒരു അഡൾട്ട് പെയറും കൂടെ ഉണ്ട്, വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ വൈറ്റ് ജാവയുടെ ഈ അഡൾട്ട് പെയറിന് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ കോഡ് F5 വഴി ബന്ധപ്പെടുക. അതുപോലെ തന്നെ സിൽവർ ജാവയുടെ അഡൾട്ട് പെയറിനും കോഡ് F5 വഴി ബന്ധപ്പെട്ടാൽ മതി. അടുത്തതായി നമ്മുടെ കോഡ് F7 വരുന്നത് ഔൾ ഫിഞ്ചസിന്റെ ഒരു അഡൾട്ട് പെയറാണ്. നമുക്ക് ഫേസ് കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ മൂങ്ങയുടെ ഒരു ഫേസ് പോലെ വരുന്ന ബേഡാണ്. കാണാനൊക്കെ നല്ല അടിപൊളി ആണ്. ഫേസിൽ ആ മൂങ്ങയുടെ മാർക്കിങ്ങും അതിൻ്റെ ചിറകിൽ ആ വൈറ്റ് സ്പോട്ടും ആ ചെസ്റ്റിലെ മാർക്കിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ ഒരു കുഞ്ഞ് ബ്യൂട്ടിഫുൾ ബേഡാണിത്. അപ്പോൾ ഈ ഒരു പെയറിന് റേറ്റ് വരുന്നത് 2800 രൂപയാണ്. നമ്മുടെ ക്ലൈമറ്റ് ആയിട്ടൊക്കെ നല്ലോണം ഇണങ്ങിയ ബേഡാണ്. പിന്നെ ഇവർ സ്വന്തമായിട്ട് കൂട് കുട്ടിയുടെ മുട്ടയിടുന്നത്. അപ്പോൾ നമ്മുടെ കോഡ് F7 ഉള്ള ഔൾ ഫിഞ്ചിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോഡ് F7 വഴി കോൺടാക്ട് ചെയ്യും. നമ്മുടെ കോഡ് F8 വരുന്നത് ലുട്ടിനോ ഫിഷറിന്റെ ഒരു സെമി ടേംഡ് ബേഡാണ്. ചെസ്റ്റ് വരെ യെല്ലോ കളറും അതിന് മേലോട്ട് റെഡും പിന്നെ ഐ റെഡും ആയിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബേഡാണ് നമ്മുടെ ഈ ലുട്ടിനോ ഫിഷർ. ഇവൻ ഏകദേശം നമ്മുടെ ഇതൊക്കെ ഇണങ്ങിയിട്ടുണ്ട്, വേറെ ബൈറ്റോ അങ്ങനെയുള്ള ഒരു കാര്യവും ഇല്ല. അപ്പോൾ ഈ ഒരു പീസിന് റേറ്റ് വരുന്നത് 1500 രൂപയാണ്. നല്ലോണം ഇണങ്ങുന്ന ടൈപ്പാണ്, സംസാരിക്കത്തില്ല, നമ്മുടെ നല്ലോണം ഇണങ്ങിയൊക്കെ നിൽക്കുന്ന ടൈപ്പാണ്. ചെറിയ ബോളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തട്ടി തട്ടി കളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ബേഡാണ് ഇത്. അപ്പോൾ ആർക്കെങ്കിലും F8 ആവശ്യമുണ്ടെങ്കിൽ കോഡ് F8 എന്ന് പറഞ്ഞ് ബന്ധപ്പെടുക. നമ്മുടെ കോഡ് F9 വരുന്നത് ഹെലികോപ്റ്റർ ബഡ്ജീസിന്റെ ഒരു സെമി അഡൾട്ട് പെയറാണ്. ഒരു നല്ല ക്വാളിറ്റി ഉള്ള ബേഡാണിത്. മുതുകിലെ ആ ചിറക് പോലുള്ള അതിന്റെ മാർക്കിങ്ങും ഹെഡിലെ മാർക്കിങ്ങും എല്ലാം കൊണ്ടാണ് ഇതിനെ ഹെലികോപ്റ്റർ ബഡ്ജീസ് എന്ന് പറയുന്നത്. ഇടത്തരം പ്രായത്തിലുള്ളതായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഫുഡൊക്കെ ആയിട്ട് നല്ലോണം ഇണങ്ങി വരും. അപ്പം നമ്മളുമായിട്ട് നല്ലവണ്ണം, അതായത് നമ്മളെ ഫുഡൊക്കെ ആയിട്ട് ഇണങ്ങി വന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബേഡ്സിൻ്റെ കുഞ്ഞിനെയൊക്കെ ഇപ്പോൾ ഈ ഒരു പെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. വൈറ്റും ആ ബ്ലൂ കളർ മാർക്കിംഗ് എല്ലാം കയറി വരുമ്പോൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ കോഡ് F10 വരുന്നത് ബ്ലൂ കൊനൂറിൻ്റെ ഒരു സെമി
ടേംഡ് ബേഡാണ്. ഈ ഒരു പീസിന് റേറ്റ് വരുന്നത് 2700 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മളിപ്പോൾ 1 ടൈമാണ് ഹാൻഡ് ഫീഡ് ചെയ്യുന്നത്. ഇപ്പോൾ സെമി ടേംഡ് ആണ്, ഇണങ്ങി വരുന്നതേ ഉള്ളൂ. റേറ്റ് വരുന്നത് 2750 രൂപയാണ് വരുന്നത്. ആ ബ്ലൂവും ഹെഡിലെ ബ്ലാക്കും ചെസ്റ്റിലെ ആ ബ്ലാക്ക് പേച്ച് പോലുള്ള മാർക്കിംഗ് എല്ലാം കൂടെ കൊണ്ട് നല്ല ഭംഗിയാണ്, നല്ല ഇണങ്ങുന്ന ടൈപ്പാണ്. അപ്പോൾ ഇവന് ആവശ്യമുണ്ടെങ്കിൽ കോഡ് F10 പറഞ്ഞ് ബുക്ക് ചെയ്യുക. അടുത്തതായി കോഡ് F11 ആണ് വരുന്നത്. കോഡ് F11ൽ വരുന്നത് ക്രിംസൺ ബെല്ലിയുടെ ഏകദേശം ഒരു 2 വയസ്സ് പ്രായമുള്ള ഒരു പെയറാണ്. നല്ല ആരോഗ്യമുള്ള ഒരു പെയറാണിത്. ചെസ്റ്റില് റെഡും ചിറകില് ഗ്രീനും ബ്ലൂവും റെഡും എല്ലാം മാർക്കിംഗ് കൂടെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇതിന്. അപ്പോൾ ഫസ്റ്റ് ടൈം ബ്രീഡാകാൻ പോകുന്ന ഒരു രണ്ടുപേരും നല്ല സെറ്റിൽഡ് ബേഡാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ബേഡിന് ആവശ്യമുണ്ടെങ്കിൽ കോഡ് F11 വഴി ബന്ധപ്പെടുക. ഈ ക്രിംസൺ ബെല്ലി ഒരു പെയറിന് റേറ്റ് വരുന്നത് 20,000 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ക്വാളിറ്റിയാണ്, നമുക്ക് ചിറക് കാണുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അടുത്തതായി കോഡ് F12. നമ്മുടെ കോഡ് F12ൽ വരുന്നത് ജെൻഡൈ കൊനൂറിൻ്റെ ഒരു 2 വയസ്സ് പ്രായമുള്ള ഒരു പെയറാണ്. ഈ ഒരു സെറ്റിൽഡ് പെയറിന് റേറ്റ് വരുന്നത് 17,500 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ 2 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ബ്രീഡാകാൻ പോകുന്ന, അതായത് ഫസ്റ്റ് ടൈം ബ്രീഡാകാൻ പോകുന്ന ഒരു ബേഡാണ്. നല്ലോണം സെറ്റിൽഡ് പെയറാണ്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഹെഡിലെ ആ റെഡും ആ ബാക്കിയുള്ള യെല്ലോയും ആ 2 മാർക്കിംഗ് റെഡും ഗ്രീനും മാർക്കിംഗ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ കാണാനൊക്കെ ഒരു വെറൈറ്റി ലുക്കാണ്. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് നല്ല ഇണങ്ങി കിടക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ജെൻഡൈ കൊനൂറിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോഡ് F12 വഴി ബന്ധപ്പെടുക. ഒരു പെയറിന് റേറ്റ് വരുന്നത് 17,500 രൂപയാണ്. നമ്മുടെ കോഡ് F13ൽ വരുന്നത് സൺകോനൂറിന്റെ ഒരു യെല്ലോ ഡോമിനന്റ് 2 വയസ്സായ ഒരു സെറ്റിൽഡ് പെയറാണ്. ഈ ഒരു പെയറിന് റേറ്റ് വരുന്നത് 26,000 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു പെയറും നമ്മുടെ ക്രിംസൺ ബെല്ലിയും ജെൻഡയും പോലെ തന്നെ ഫസ്റ്റ് ടൈം ബ്രീഡാൻ പോകുന്ന ആ ഒരു ഏജിലുള്ള ബേഡാണ്. ബേഡ് കണ്ടാൽ തന്നെ അറിയാം, നല്ല ക്വാളിറ്റിയാണ്. യെല്ലോ നല്ലോണം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡും ഒരു പക്ക യെല്ലോ ഡോമിനന്റ് ബേഡാണ് ഈ ഒരു പെയർ. അപ്പോൾ ഈ ഒരു പെയറിന് റേറ്റ് വരുന്നത് 26,500 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മുടെ കോഡ് F14ൽ വരുന്നത് നാൻസൺ കൊനൂറിന്റെ ഒരു 2 വയസ്സ് പ്രായമുള്ള സെറ്റിൽഡ് പെയറാണ്. നല്ല ആരോഗ്യവും നല്ല ഭംഗിയുമുള്ള ഈ ഒരു പെയറിന് റേറ്റ് വരുന്നത് 32,500 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ ഒരു 4 കോഡിലുള്ള ബേഡുകളെല്ലാം ഒരേ ഏജിലുള്ളതാണ്. അതായത് ഫസ്റ്റ് ആയിട്ട് ബ്രീഡാകാൻ പോകുന്ന കണ്ടീഷനുള്ള ബേഡുകളാണ് ഈ 4 എണ്ണവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 4 ബാച്ചിനെയും ഒരുമിച്ച് എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം ഒരേ പ്രായത്തിൽ തന്നെ ബ്രീഡായി കിട്ടും. അപ്പോൾ ഈ ബേഡ് നല്ല ആരോഗ്യമെല്ലാം ഉള്ള ബേഡാണ്. നമുക്ക് ചെസ്റ്റിൽ ആ ഗ്രീൻ കളറും ഗ്രീനും റെഡും ബ്ലാക്കും ആയിട്ടുള്ള പേച്ചുകളെല്ലാം കയറി വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവ രണ്ടും ഒരു സെമി ടേംഡ് ബേഡും കൂടെയാണ് കേട്ടോ. അപ്പം നമ്മുടെ കോഡ് F14 ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ F14 പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ എല്ലാ ബേഡ്സിനെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കമൻറ്റുകളെല്ലാം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.